അന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വെറുപ്പിന്റെ കമ്പോളത്തിൽ മുഹബത്ത് കി ദുക്കാൻ, സ്നേഹത്തിന്റെ കടയാണ് ഞങ്ങൾ തുറക്കുന്നത് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ യഥാർത്ഥ സ്നേഹത്തിന്റെ കട എന്താണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ സമയത്ത്, എറണാകുളത്തെത്തിയ സമയത്ത് അവരുടെ യഥാർത്ഥ സ്നേഹത്തിന്റെ കട നിങ്ങൾ കണ്ടോ? അവരുദ്ദേശിച്ച സ്നേഹത്തിന്റെ കട ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം ചോദിച്ചവന്റെ വായ പൊത്തിപ്പിടിക്കുന്ന സ്നേഹത്തിന്റെ കട. കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവനായിട്ടുള്ള, കേരളത്തിൽ ഏതൊരു കോൺഗ്രസ് പ്രവർത്തകരോട് ചോദിച്ചാലും അവരുടെ ജീവനായിട്ടുള്ള കെ സുധാകരൻ എന്ന കേരളത്തിലെ നമ്പർ 1 കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ സുധാകരനെ സ്നേഹത്തിന്റെ കടയിൽ രാഹുൽ ഗാന്ധി അപമാനിച്ചു. മാത്രമല്ല, ശശി തരൂർ MP ഈ പറയുന്ന സ്നേഹത്തിന്റെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയേ. ഈ 3 വീഡിയോകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ഈ സ്നേഹത്തിന്റെ കടയിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോ എന്താണ് അതിനെ പ്രതികരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ഒരു ബംഗാളിയാണ്, വെസ്റ്റ് ബംഗാളിലെ ഒരു വ്യക്തി ഒരു ചോദ്യം ചോദിക്കുക. ഒരു വിദ്യാർത്ഥിയാണ് ഒരു ചോദ്യം ചോദിക്കുമ്പേ നിങ്ങൾ തൊഴിലുറപ്പുമായിട്ട് ചോദിക്കും. ഇതിന് ഉത്തരം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കടയിൽ നിന്ന് പുറത്തു പോവേണ്ടി വരും. ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടി പോലും പറയാനില്ലേ? എന്താണ് ആ വിദ്യാർത്ഥി ചോദ്യം ചോദിച്ചത്? വ്യക്തമായിട്ടൊന്ന് പരിഭാഷ വായിച്ചു കേൾപ്പിക്കാം. കേരളം വികസിതമാണ്, ബംഗാൾ എന്തുകൊണ്ട് ഗിസ ഹുവ എന്ന്? എന്തുകൊണ്ട് ബംഗാളിൽ വികസനമില്ല? കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ഈ ഉത്തരം നൽകുന്നതിന് പകരം അവരെ പിടിച്ചു വെക്കാനാണ് നോക്കുന്നത്. ആ സമയത്ത് പറയുന്നുണ്ട്, ഹിന്ദിക്കെതിരെ അടുത്തുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്നിട്ടും അടുത്ത ഒരു വിദ്യാർത്ഥി പറയാണ് അദ്ദേഹത്തിന് ഹിന്ദി അറിയാം, അദ്ദേഹത്തിനോടാണ് ചോദിച്ചത്, ഉത്തരം പറയൂ എന്ന്. എവിടെന്ന് ഷാഫി പറമ്പിൽ ചാടി വീട് നിങ്ങൾ തൊഴിൽ. അതെ, രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളെ ചോദിക്കാൻ പറ്റുമോ? എന്തൊക്കെ പുകയിലായിരുന്നു കേരളത്തില്. രാഹുൽ ഗാന്ധിയോട് എവിടെ പോയാലും എന്ത് ചോദ്യവും ചോദിക്കാം, ഒരു പ്രശ്നവുമില്ല. രാഹുൽ ഗാന്ധി മറുപടി പറയും. ഞങ്ങൾ സ്നേഹത്തിന്റെ കട്ടകടയാ തുടർന്നെന്നാ നിരന്തരം പറയാറുള്ളത്. എവിടെ പോയി സ്നേഹത്തിന്റെ കട? ഇതാണോ മലയാളികൾ മനസ്സിലാക്കേണ്ട സ്നേഹത്തിന്റെ കട? നിങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന, അദ്ദേഹം ഉത്തരങ്ങൾ പറയുന്ന, കർഷകരോട് സംസാരിക്കുന്ന, സാധാരണക്കാരോട് സംസാരിക്കുന്ന വീഡിയോകളൊക്കെ ഒരുപാട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരിധി നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതിലൊന്നും ഇത്തരം ഇഷ്ടപ്പെട്ട ചോദ്യം ചോദിക്കാൻ പറയുന്നില്ല. എന്നാൽ സ്നേഹത്തിന്റെ കടയിലുള്ള ഇതിന്റെ ഓണർ ഇഷ്ടപ്പെട്ടതേ ചോദിക്കാൻ പാടുള്ളൂ, പ്രത്യേകിച്ച് തൊഴിലുറപ്പ്. ഇതിന് ഉത്തരം പറയാൻ സാധിക്കൂ? യഥാർത്ഥത്തില് കേരളത്തിൽ വികസനമല്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇടതുപക്ഷം നേരെ ഡൽഹിയിലേക്ക് എത്തുമ്പോ ഇന്ത്യ മുന്നണിയൊക്കെ അത് നിങ്ങളെ തറവാട്ടിൽ വെച്ചാൽ മതി എന്ന് ഇടതുപക്ഷം പറയൂലേ? ഇനി ബംഗാളിൽ വികസനമല്ല പ്രശ്നമാണെന്ന് പറയാൻ പറ്റുമോ? ബംഗാളിൽ എങ്ങാൻ പറഞ്ഞാൽ മമത രാഹുൽ ഗാന്ധി അടുത്ത് മണ്ടയ്ക്ക് 2 കൊട്ട് കൊട്ടിയിട്ട് ഇവരുടെ കോപ്പിലെ NDA മുന്നണി എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് ആറ്റിലറിയോ? ഇതൊരു ഈ സ്നേഹത്തിന്റെ കടയിലെ തട്ടിപ്പാണ് മലയാളികൾ തിരിച്ചറിയേണ്ടത്. അതായത് ഇടതുപക്ഷത്തോടാണ് കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. ഈ ഇടതുപക്ഷം ഇവരുടെ മുന്നണിയിൽ. ഇനി നേരെ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിൽ ഒരു മത്സരം നടക്കുമ്പോ ഇതേ മമത ഡൽഹിയിലെത്തുമ്പോ ഇവര് ഒരുമിച്ച്. ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഒരു മുന്നണി എന്ന് പറയും, രാജ്യത്ത് ഒന്നടങ്കം ഒരു ടീമാന്ന് പറയും. അതേസമയം ഇടതുപക്ഷത്തിന്റെ കേരളത്തിലേക്ക് എത്തുമ്പോ, അവര് ഭരിക്കുന്ന കേരളത്തിലേക്ക് എത്തുമ്പോ ഇവിടെ ഒന്നും പാടില്ല, ഇവിടെ കീരിയും പാമ്പു. ഏത് പ്രബുദ്ധ മലയാളികളെ വിഡ്ഢികളാക്കി അവർ മുന്നോട്ട് പോകുക. അതേസമയം വെസ്റ്റ് ബംഗാളിൽ എത്തിയാലോ അവിടെയും കീരിയും പാമ്പു. അതേസമയം ഇവരൊക്കെ തന്നെ ഒരു ടീം ഡൽഹിയിൽ എത്തിയിട്ട്. അപ്പൊ ഇവിടെ കിടന്ന് ഈ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ തല്ലുന്നത് യഥാർത്ഥത്തിൽ സാധാരണക്കാരെ വിഡ്ഢികളാക്കല്ലേ? തീർന്നിട്ടില്ല സ്നേഹത്തിന്റെ കടയിൽ. ഈ കഴിഞ്ഞ ദിവസേ എറണാകുളത്തെത്തിയ സമയത്ത് സ്നേഹത്തിന്റെ കട അങ്ങ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. ആരായിരിക്കുന്നത്? കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവനായിട്ടുള്ള കെ സുധാകരൻ. ഈ കെ സുധാകരനെ രാഹുൽ ഗാന്ധി അടുത്തിരുന്നിട്ട് നന്നായിട്ട് കൈതട്ടിയിട്ട് പറയാ, അറിയിരിക്കോ
എന്നിട്ട് സണ്ണി ജോസഫിനെ അടുത്തേക്ക് ഇരുത്തുക. ഇത് യഥാർത്ഥത്തിൽ ഒരു അപമാനിക്കലല്ലേ? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാഹുൽ ഗാന്ധിയുടെ അടുത്ത് കെ സുധാകരൻ വളരെയേറെ ഇഷ്ടത്തോടു കൂടിയായിരിക്കുന്നത്. പതിനായിരങ്ങളല്ല, കേരളത്തിലെ എല്ലാ പാർട്ടിയിലുള്ള ആളുകളും ഇത് ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുക. ആ സമയത്ത് യഥാർത്ഥത്തിൽ അങ്ങ് മാറിയിരിക്കാൻ പറയുന്നത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ KPCC പ്രസിഡന്റ് അല്ലേ പറയുന്ന സണ്ണി ജോസഫ്, ഒന്നുകിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും സംസാരിച്ചുകൂടെ? അതേസമയം തന്റെ അടുത്തിരിക്കുന്ന മുൻ KPCC പ്രസിഡന്റ്, നിലവിൽ MP ആണ്, അങ്ങ് ഇത് നേരെ നരേന്ദ്രമോദി ഇതുപോലെ പ്രധാനപ്പെട്ട കെ സുരേന്ദ്രനെയൊക്കെയാണ് ഇതുപോലെ മാറ്റിയിരുത്തിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എത്ര ചർച്ചകൾ നടക്കും? ഒരാളുകൾ ചിന്തിച്ച് ഇത് നമ്മുടെ മാധ്യമങ്ങൾ കണ്ടിട്ടേ ഇല്ല. ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഓരോ ആളുകൾ തിരിച്ചറിയാം, ഇത് നേരെ BJP നരേന്ദ്രമോദിയാണ് അവിടെ ഇരിക്കുന്നതും അടുത്തുള്ള കെ സുരേന്ദ്രനോടാണ് മാറിയിരിക്കാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഇവിടെ വലിയ ചർച്ചയായിരിക്കും. അതേസമയത്ത് രാഹുൽ ഗാന്ധി കെ സുധാകരനെ അപമാനിച്ചതിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. സ്നേഹത്തിന്റെ കടയിലെ ഇത്തരം തട്ടിപ്പുകള്, ഇത്തരം അപമാനിക്കപ്പെടുന്നതൊന്നും തന്നെ മിണ്ടില്ല. ഈ യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ ആത്മാഭിമാനമുള്ള കോൺഗ്രസിലെ പ്രധാനപ്പെട്ട സീനിയർ ലീഡേഴ്സ് ഒക്കെ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ അഹങ്കാരം കാരണം മിക്കവാറും ആളുകൾ BJPയിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും മികവുണ്ടായിട്ട് ആ കുടുംബവാഴ്ചയല്ലേ കോൺഗ്രസില്, ആ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് രാഹുൽ ഗാന്ധി നേതാവായി. അതിലപ്പുറത്ത് അമ്മ നേതാവ്, പെങ്ങള് നേതാവ്, കമ്പിമാര് ഇമ്മാതിരി രാജഭരണമുള്ള ഇവരാണോ ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ? ഇവരാണോ ഭരണഘടന പൊക്കി പിടിക്കാൻ അർഹതയുള്ളവർ? ഇവരാണോ? ഇവർക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ ഈ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കാൻ? ഒരു കുടുംബേ സകലതും ചെയ്ത് മുന്നോട്ട് പോവാ, എന്നിട്ട് പറയാ നിങ്ങൾ ജനാധിപത്യത്തിലൊക്കെ അതിനൊക്കെ അതിൻ്റെതായ മഹത്തുണ്ട്. അതൊന്നും ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് ഒരു അർഹതയില്ല. ഇത് മാത്രമല്ല, ശശി തരൂർ MP പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പരിഗണന കിട്ടാഞ്ഞിട്ട് രാഹുൽ ഗാന്ധി സ്റ്റേജ് വേദിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ശശി തരൂർ ഇറങ്ങിപ്പോയി. ഇതിവിടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ചർച്ചയാക്കുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു MP ആണല്ലോ ശശി തരൂര്. നരേന്ദ്രമോദി സ്റ്റേജിൽ ഇരിക്കുമ്പോ ആ നരേന്ദ്രമോദി സ്റ്റേജ് വിടുന്നതിന് മുമ്പ് MP ആയിട്ടുള്ള സുരേഷ് ഗോപി എങ്ങാൻ സ്റ്റേജ് വിട്ടാൽ കേരളത്തിൽ എത്ര ദിവസം ഈ ചർച്ച നടക്കും? എണ്ണിയാൽ തീരുവോ? ഒരിക്കലുമില്ല. അതേസമയം ശശി തരൂർ ഇറങ്ങിപ്പോയതും ഈ സ്നേഹത്തിന്റെ കടയിൽ ഒരുപാട് ലീഡേഴ്സിനെ രാഹുൽ ഗാന്ധി അഹങ്കാരി ആയിക്കൊണ്ട് അപമാനിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല. സ്നേഹത്തിന്റെ കടയിൽ ഉറപ്പിന്റെ ഉൽപാദനം രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് ഇങ്ങനെ തകൃതിയായിട്ട് നടത്തുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ആരും തന്നെ മിണ്ടുന്നില്ല. ഈ കോൺഗ്രസിലെ ശശി തരൂരിന് ഒരു അർഹിച്ച പരിഗണന കൊടുക്കുന്നില്ല. പ്രധാനപ്പെട്ട ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ്, ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ഒരു തരത്തിലുള്ള ഒരു പരിഗണന കൊടുക്കുന്നില്ല. കെ സുധാകരനെയൊക്കെ കറിവേപ്പില പോലെ എടുത്തങ്ങോട്ട് വലിച്ചെറിയ. ഈ കോൺഗ്രസിലൊക്കെ ഇന്നും മുന്നോട്ട് പോകുന്ന ആളുകളെ സമ്മതിച്ചേ പറ്റൂ. ഈ അഹങ്കാരൊക്കെ ഒരു രാജാ ഭരണം പോലെയല്ലേ ഇവർ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന്? യഥാർത്ഥത്തിൽ ആത്മാഭിമാനമുള്ള ആളുകളൊക്കെ തന്നെ ഇതിനോടകം BJPയിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ജനാധിപത്യ രാജ്യത്ത്, ജനാധിപത്യം ഇല്ലാത്തൊരു സംവിധാനത്തിൽ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് ഒരാളുടെ അടിമയായിട്ട് ആത്മാഭിമാനമുള്ള ആർക്കെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എറണാകുളത്ത് വന്നിട്ടുള്ള ഒരൊറ്റ വിഷയത്തിലാണ് സ്നേഹത്തിന്റെ കടയിൽ ഇത്രത്തോളം വെറുപ്പാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് സകലരും ഒരു ദിവസത്തെ പ്രോഗ്രാം മാത്രം നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇവര് സ്നേഹത്തിന്റെ കടയല്ല, ഇവരാണ് യഥാർത്ഥ വെറുപ്പിന്റെ കടക്കാര്. ആ കടയാണ് ഇവര് രാജ്യത്ത് തുറന്നത്. അത്തരത്തിലുള്ള ഒരു വെറുപ്പിന്റെ കട തുറന്നത് കൊണ്ടാണ് ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനതയോ ഈ പറയുന്ന കോൺഗ്രസിനെ എടുത്ത് ആറ്റിലേക്കെറിഞ്ഞത് എന്ന് സകലരും തിരിച്ചറിയുക.